എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചലമായ നാമത്തുള്ള സ്നേഹ വന്ദനം പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ സന്തോഷിക്കുന്ന ഒരു പാട്ടുണ്ട്. ഞാനത് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ശീലങ്ങ് പാടാവുന്ന കണ്ടി. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്രയേറി കലങ്ങിടാതെ നിത്യവും, ദുഷ്ടൻ്റെ ഘോര പതിച്ചിടാതെ, ഓ ദുഷ്ടൻ്റെ ഘോര പതിച്ചിടാ, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതാ സ്തുതിച്ചിടാ, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതാ സ്തുതിച്ചിടാ. എന്നന്തരംഗമേ നന്മകൾ മറപ്പത്, ഓ എന്നന്തര നന്മകൾ മറപ്പതു, എന്നുള്ളമേ സ്തുതിക്കണി നിരന്തരം, സ്തുതിക്കണി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് സന്തോഷിപ്പാനുള്ളൊരു സ്ഥലമാണല്ലോ ഇത്. പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പഠനമുറിയിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നാലിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് ദൈവവചനം ശ്രവിച്ചപ്പോൾ ഉയർപ്പിക്കുന്ന സക്രിയെക്കുറിച്ച് പറയാനിടയായി. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു തിരുവചനം ഓടി വന്നു. എബ്രായ ലേഖനം 11-ാമത് അധ്യായം അതിൻ്റെ 35-ാമത് വാക്യത്തിൻ്റെ ആദ്യ ശകലം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉയർത്തുന്ന ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ഈ സക്രിയെക്കുറിച്ചാണ് ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത വന്നു. മരണത്തെക്കുറിച്ചും പ്രത്യാശയുള്ള ഒരനുഭവം നമുക്ക് വേണം. അപ്പോൾ ഈ മരിച്ചവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ എനിക്ക് ഒരു ഭയവുമില്ല. കാരണം ഒരു മരണത്തിൽ ദൈവം എന്നെ വിടുവിച്ചു. ആ വിടുവിച്ച ദൈവത്തിൻ്റെ ശക്തി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഞാനിങ്ങനെ കിടന്ന് ഞാൻ മരിച്ചു കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഭാവനയെ കാണും. പ്രൈസ് ദി ലോർഡ്. അതൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രത്യാശ ഉണ്ടെങ്കിലേ പ്രൈസ് ദി ലോർഡ് ആ ഒരു ഉണ്ടാകുള്ളൂ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പ്രൈസ് ദി ലോർഡ് ഇത് എഴുതുവാൻ കാരണം പ്രൈസ് ദി ലോർഡ് മനസ്സിലുള്ളതായിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ, മതത്തിലുള്ളതായിരിക്കുന്ന അനേകർ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അനേക പീഡകളുണ്ടായി. ആ പീഡകളുണ്ടായി കഴിഞ്ഞപ്പോൾ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അവിടെ വിശ്വാസം പ്രൈസ് ദി ലോർഡ് കളഞ്ഞ പിന്മാറ്റത്തിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന അവസ്ഥ. കാരണം അവിടെയുള്ളതായിരിക്കുന്ന യഹൂദന്മാർ പറഞ്ഞത്, നമുക്ക് വലിയ പള്ളിയുണ്ട്, വലിയ ശ്രദ്ധന്മാരായിരിക്കുന്ന മഹാപുരോഹിതന്മാരുണ്ട്, ന്യായപ്രമാണ ദാതാവായിരിക്കുന്ന മോശയുണ്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യേശു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ആട്ടിൻ തൊഴുത്തിൽ നിന്ന് വന്ന ഒരാളാണ്. യാതൊരുതുമായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് എന്തു ചെയ്യുക, പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനം മോശയ്ക്ക് കൊടുത്തിട്ട് യേശുക്രിസ്തുവിന് 2-ാം സ്ഥാനം കൊടുത്തു. ഇത് അവരെ വീണ്ടും ആദ്യ വിശ്വാസത്തിലേക്ക്
ഉറപ്പിക്കുവാനായിട്ട് പൗലോസ് എഴുതിയ ലേഖനമായി ഇത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഒന്ന്, പ്രൈസ് ദി ലോർഡ്, വലിയവനായ കർത്താവ് ശ്രേഷ്ഠ പ്രവാചകനാണ്, ദൂതനാണ്, ശ്രേഷ്ഠ അപ്പോസ്തലനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നെല്ലാം അവരെ പറഞ്ഞ് വീണ്ടും ഉറപ്പിച്ച് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ എഴുതിയ ലേഖനമായത്. അതിനാണ് 11-ാം അധ്യായം വിശ്വാസത്തിൻ്റെ ഒരു പട്ടണം തന്നെ ഇവിടെ കാണാൻ കഴിയുന്നു. 11-ാം അധ്യായത്തിൽ തുടക്കം തന്നെ വിശ്വാസം എന്നതോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ, അനേക വിശ്വാസികളായിരിക്കുന്ന പഴയ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്ത ദൈവിക പ്രത്യാശയും ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിൽ പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുക. അപ്പോൾ എത്ര സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനും ഒരു സാക്ഷിയാ, മരിച്ചെഴുന്നേറ്റൊരു വ്യക്തിയാ, കാലുമില്ല കൈയുമില്ലാത്ത വ്യക്തിയാ. ഈ സാക്ഷി കേട്ടാലും എന്ത് ചെയ്യും? മൈൻഡ് ചെയ്യാറില്ല. ഒക്കെ ഇങ്ങനെ വരുന്നതല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നും ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിലനിൽക്കുന്നത് 3 ഉള്ളൂ. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ഈ 3 കാര്യങ്ങളിൽ ഇപ്പം നിലനിൽക്കാതെ വരുന്നത് വിശ്വാസം നിലനിൽക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പ്രത്യാശയില്ലല്ലോ, പ്രത്യാശയില്ല പിന്നെ സ്നേഹമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് 3 നിലനിർത്തേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളാണ് നിർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി രക്തം ഊറ്റിട്ടെന്ന കർത്താവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാശയെക്കുറിച്ചൊക്കെ ഇന്ന് നന്നായിട്ട് കേട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നത് മരിച്ച യേശു അല്ല. പ്രൈസ് ദി ലോർഡ്. അവനെ, പ്രൈസ് ദി ലോർഡ്, എന്തിന്? ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന യേശു മരണത്തെ ജയിച്ചവനാ, പുനരുത്ഥാന ശക്തിയോടെ എഴുന്നേറ്റവനാ. നിന്നെ എവിടെ ഒതുക്കും, എവിടെ നിന്നെ കുഴിയിലാക്കുമെന്ന് പറയുന്ന അതേ സ്ഥലത്ത് കുഴിയിൽ നിന്ന് വിടുവിക്കുന്ന ശക്തിയാണ് പുനരുത്ഥാന ശക്തി. ആ ശക്തി വിശ്വസിക്കുന്നവൻ മാത്രമേ വ്യാപരിക്കുകയുള്ളൂ. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ ശക്തി എന്ന് അറിയാനായിട്ട് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടം അല്ല, പ്രവർത്തി അത് വിശ്വസിച്ചാൽ ആ ശക്തി നിന്റെ അകത്ത് പ്രവർത്തിച്ചു കഴിയും. ആ ശക്തി ഉള്ളിലുള്ളവർക്ക് ഒന്ന് ഘോഷിക്കാൻ, ഒന്ന് സ്തോത്രം ചെയ്യാൻ, ശബ്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ആ ഒരു ജീവനകത്ത് വേണം. അതിന് റെസറക്ഷൻ പവർ. നിന്നെ എവിടെ ഒതുക്കിയോ അവിടെ നിന്ന് നിന്നെ വിശാലപ്പെടുത്തുന്ന ശക്തി, ആ യേശു നമ്മുടെ അകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ വായിച്ച തിരുവചനത്തിനകത്ത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ എങ്ങനെയാ? ഈ ശക്തി ഉണ്ടെങ്കിൽ കർത്തൃക്കാഹളം മുഴങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കല്ലറകളെ ഭേദിച്ച, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സംസ്കരിച്ച മൃതദേഹം പുതിയ ശക്തിയോടെ ആത്മാവിന്റെ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഇപ്പം പറയുന്ന ഇപ്പോഴുള്ള വലിയ വണ്ടികളൊക്കെ വില കൂടിയതാ, കറണ്ടിലാണ് ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വില കൂടിയതാണെങ്കിലും വഴിയിൽ വെച്ച് കറണ്ട് പോയാൽ
അവിടെ കിടക്കത്തേ ഉള്ളൂ. എത്ര വിലയുണ്ടെന്ന് പറഞ്ഞാലും അവിടെ കിടക്കും. പ്രൈസലോ. എന്നാൽ ദൈവമക്കൾ ഓർക്കണം, കർത്തൃകാഹളം മുഴങ്ങുമ്പോൾ പ്രൈസലോ സിയോൻ സഞ്ചാരികളാകുന്ന നാം പ്രൈസലോ ആ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അകത്തു വെച്ച് വിശ്വസിച്ച ദൈവവേദനേ പ്രൈസലോ നീ തക്ക സമയത്ത് ഉയരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി. പ്രൈസ് ദി ലോർഡ്. അതിന് ഒന്നാമത്തെ ആദാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാം ആരാണെന്നറിയാമോ? ജീവിപ്പിക്കുന്ന ആത്മാവാ. ജീവിപ്പിക്കുന്ന ആത്മാവാ. ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് മാംസം ഒന്നിനും ഉപകരിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 6:63 പ്രൈസ് ദി ലോർഡ്. ഈ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം ജീവനും ആത്മാവുമാണ്. അതുകൊണ്ട് പ്രൈസ് പത്രോസ് തന്നെ പറഞ്ഞത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിത്യജീവന്റെ മൊഴി. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവവചനം. വചനം ദൈവമാ. വചനം സത്യമാ. വചന കൃപയാ. സത്യം നിന്നെ സ്വാതന്ത്ര്യമാക്കും. ഈ വചനം അകത്ത് കയറിയാൽ ഒരു പ്രത്യേക പവറാ. അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ദൈവശക്തിയാണത്. ആ വചനത്തിന്റെ ശക്തിയും ആ ഉയർപ്പിന്റെ ശക്തിയും ഒന്നകത്ത് വന്നാൽ ഇതിനകത്തുള്ള ദൈവവചനത്തിന്റെ അകത്തുടിക്കാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കാൻ തുടങ്ങും. നിന്റെ രോഗബന്ധന വഴിയും നിന്റെ ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറും. ഇത് തീയാണെങ്കിൽ അത് തീയിലത് ഉരുക്കി മാറ്റും. ദൈവവചനം തീയാണ്. വചനം അയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കും. വചനം അയച്ച് നിന്നെ കുഴിയിൽ നിന്ന് വിടുവിക്കും. നിന്റെ കുഴി തുറക്കുന്നത് നിന്നെ തകർത്തിട്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർത്തുന്നത് ഈ ദൈവത്തിന്റെ വചനമാ. ദൈവവചനം നിന്റെ ശക്തിയാ. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഒന്ന്, ഉയർപ്പിക്കുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനത്തിന്റെ ശക്തി. എവിടെ നിന്നെ അധോഗതിയാക്കുമോ അവിടെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ശക്തി. നിന്നെ എവിടെ പ്രൈസ് ദി ലോർഡ് രൂപഗുണമില്ലാതെ ചീഞ്ഞു കിടന്നാൽ അവിടെ നിന്ന് രൂപപ്പെടുത്തുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് സ്ത്രീകളിൽ മാർത്തയുടെയും മറിയയുടെയും നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയ പുരുഷനായ പ്രൈസ് ദി ലോർഡ് ലാസറാണ്. ചരിത്രം കയറുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ തന്നെ എന്ത് ചെയ്തു? ശവക്കുഴിക്കകത്താക്കി. അവിടെ നിന്ന് 4-ാമത്തെ ദിവസം അസ്ഥിയിൽ നിന്ന് മാംസം ചീഞ്ഞു മാറി. ചീഞ്ഞ സമയമാണ്. സ്തോത്രം. ദൈവമക്കൾ ശ്രദ്ധിച്ചേ. മാർത്തയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അത് പറഞ്ഞൊല്ലി വിചാരപ്പെടുന്ന, മനം കലങ്ങുന്ന, കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്ന തിരുവചനം എന്ത് ചെയ്യൂ? പ്രൈസ് ദി ലോർഡ് പ്രാപിക്കാനിടയായി. തിരുവചനം അകത്ത് വരുന്നവർക്കറിയാം എൻ്റെ ദൈവം വിടുവിക്കും. യേശു വിഷയത്തിൻ്റെ മുമ്പിൽ വന്നു. ലാസർ മരിച്ചു, 4 ദിവസമായി. ഗ്രാമത്തിൽ വന്നപ്പോൾ മാർത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ തൊടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാർത്ത പറഞ്ഞു, മാർത്തയോട് പറഞ്ഞു, നീ സഹോദരിയെ വിളിക്കാൻ പറഞ്ഞു. സഹോദരി എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. മാർത്ത പറഞ്ഞു, ഇതാ ഗുരു നിന്നെ വിളിക്കുന്നു. ഗുരു വന്നു കഴിഞ്ഞപ്പോൾ അവൾ കാൽക്കൽ വീണു. യേശുവിൻ്റെ കാൽക്കലിരുന്ന് തിരുവചനം അകത്താക്കുന്ന വ്യക്തിക്ക് വിഷയത്തിന് മുമ്പിൽ കാൽക്കൽ വീഴാൻ പറ്റുകയുള്ളൂ. കാൽക്കൽ വീഴുന്ന കാര്യം പറഞ്ഞപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. വിഷയത്തിൻ്റെ അടുത്തേക്ക് ഇപ്പം കർത്താവ് കടന്നു വരിക. പലരും പറഞ്ഞു, സഹോദരി പറഞ്ഞു, നാറ്റം വെച്ചു 4 ദിവസം, ഇനി എന്നെ എടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തോ ദൈവമക്കളെ,
ജീവിതത്തിൽ നാറ്റം പിടിപ്പിക്കുന്ന വിഷയമുണ്ടെങ്കിൽ, ചലിക്കാത്ത വിഷയമുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഒരു കാൽച്ചോട് ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വീടിനകത്ത് വന്നിട്ടുണ്ട്, നിന്റെ തലമുറയുടെ അടുത്ത് വന്നുണ്ട്, നിന്റെ സഹോദരന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നാറ്റം വെച്ച അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരുവൻ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 4 ദിവസമായി നാറ്റം വെക്കട്ടെ, മാംസം ചീഞ്ഞു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ രക്തം അവനകത്തില്ല. എന്നാൽ സ്തോത്രം, പിതാവായ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് യേശു ഒറ്റ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി, യേശു ക്രിസ്തുവിന്റെ വാക്കിന്റെ ശക്തിയുടെ പിന്നിൽ ഒരു പ്രവൃത്തിയുണ്ട്. അതെന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. നാറ്റം വെച്ചതായ ചീഞ്ഞ മാംസത്തെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ നിന്റെ അകം പഴുക്കട്ടെ, നിന്റെ അകം പഴുക്കട്ടെ, ക്യാൻസർ കൊണ്ട് പഴുക്കട്ടെ, ഏത് വിഷയത്തിലും അല്ലെങ്കിൽ ആയിരുന്നാലും ഇന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി രൂപപ്പെടുത്തുന്ന ശക്തിയാ, രൂപപ്പെടുത്തുന്ന ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനത് വളരെ ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജനം നിന്നെ നാറ്റം വെപ്പിച്ചു, ഒത്തിരി നിന്ദിച്ചു, പഴിച്ചു. പക്ഷേ പ്രിയനാണ് യേശുവിനെങ്കിൽ, ലാസർ പ്രിയനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രിയമുള്ളവരെ വിടുവിക്കുന്നൊരു കൈയുണ്ട്, രക്ഷിക്കുന്ന ഒരു കൈയുണ്ട്. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവരുന്ന ഒരു പ്രൈസ് ദി ലോർഡ് ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് പ്രിയവരായിരിക്കുന്നവരെ രക്ഷിച്ച് വിടുവിക്കേണ്ടതിന് ദൈവത്തിന്റെ വലങ്കൈ ഇന്നിവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെ ദൂതായി പറയുമ്പോ ഇന്ന് പകൽ ഏറ്റെടുക്കുമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട്, ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട്. വാക്കിനാലും പ്രവർത്തിയാലും ശക്തനായ പ്രവാചകൻ, വാക്കിനാലും പ്രവർത്തിയാലും ശക്തനായ പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റവനായി എമ്മോസിലേക്ക് പോയവരുടെ അടുത്തുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വെളിയിൽ വന്നു, കെട്ടഴിപ്പീൻ. ആദ്യം ഒരു കാര്യം പറഞ്ഞു, കല്ല് മാറ്റുവീൻ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ഭാരം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ട് ഭാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉരുട്ടണം. ഉയർത്തെഴുന്നേറ്റ് വന്നാലും അവർ കെട്ടിയ കെട്ടുകൾ അഴിക്കണം. അവൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിലരെ വിട്ടയക്കാൻ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അവസ്ഥ തോന്നിയാ ചത്തുപോമോ, ചത്തുപോമോ. പ്രൈസ് ദി ലോർഡ്. മരിച്ച സ്ഥാനത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റവനാ നിന്റെ അകത്ത് വിശ്വാസമായിരിക്കുന്നെങ്കിൽ, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിച്ചതായ 12 സംവത്സരം ഹല്ലേലൂയ രക്തസ്രാവമുള്ളവർ, അവൾ വിശ്വസിച്ചു. ഇണ്ടുവരെയായി അവൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഉയരം പറയാനാ വീട്ടിൽ കയറാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അവളൊന്ന് വിശ്വസിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. അവിടെ നിന്ന് അവൾ എഴുന്നേറ്റ്. പ്രൈസ് ദി ലോർഡ്. നിയമങ്ങളൊന്നും വിഷയമല്ല. വിശ്വാസം അകത്ത് കയറിയാൽ നിയമം വിഷയമല്ല. അവൾ ചലിക്കാൻ തുടങ്ങി. യേശുവിലേക്ക് അടുക്കും തോറും എന്ത് ചെയ്യുക? പവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്താൽ നീ ദൈവത്തോടടുത്താൽ നിന്റെ ബലഹീനത ദൈവം മാറ്റും. നിന്റെ നിന്ന ദൈവം മാറ്റും. ലോകത്തിൽ എഴുതിയ നിയമം മാറ്റും. നിനക്ക് പ്രൈസ് ദി ലോർഡ് ജനത്തെ ഇടിച്ചു കയറാൻ ഒരു പവർ സ്വർഗം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവക്ക് മുമ്പിൽ വരാൻ പറ്റില്ല. യേശുവിൻ്റെ പുറകിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞപ്പോ ശക്തി പുറപ്പെട്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് വിശ്വസിച്ച് തൊടാമോ? ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ വിശ്വസിക്കരുത്.
ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അറിഞ്ഞു. ശിഷ്യന്മാരെല്ലാം തൊട്ടുകൊണ്ട് നിൽക്കുക. ഇപ്പൊ യേശു പറയാ, ആരോ എന്നെ തൊട്ടെന്നാ. പ്രൈസലോ വിശ്വസിച്ച തൊട്ടാൽ എത്ര ജനം മുട്ടി നിന്നാലും നിന്റെ തൊടലിനകത്ത് അറിയുന്നൊരു ദൈവമുണ്ട്. വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അറിഞ്ഞ ദൈവമാണെങ്കിൽ നമ്മെ എത്രമാത്രം അറിയും. പ്രൈസലോ ശക്തി പുറപ്പെട്ടു. പ്രൈസലോ രക്തസ്രാവം നിന്നു. പ്രൈസലോ പുറകി വന്നവൾ മുമ്പിൽ വന്നു. പ്രൈസലോ വിവരം ചോദിച്ച ആരാ തൊട്ടത്? ഞാനാ. പ്രൈസലോ തൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. ഞാൻ പെട്ടെന്ന് പോവുക, സമയത്തെ പിടിച്ചുകൊണ്ട്. പ്രൈസലോ നിന്ന് നിർത്തിയൊക്കെ പറയേണ്ടതാ. പ്രൈസ് ഗോഡ്. എന്നാൽ പ്രൈസലോ പറഞ്ഞു, ബാധയൊഴിഞ്ഞ് സ്വത്തായിരിക്കുക. അപ്പം പിശാച എന്ത് ചെയ്ത് ഈ രോഗം ഉണ്ടാക്കിയത്. രോഗമെല്ലാം രോഗമാകണമെന്നില്ല. പിന്നെ അനുസരണക്കേട് വന്നിട്ട് മുടന്തനുണ്ടല്ലോ, 32 വർഷം കിടന്നവന് അവൻ രോഗമൊന്നുമില്ലായിരുന്നു. സൗഖ്യമായിട്ട് ദൈവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഈ പാപം ചെയ്യരുത്. എന്താ പാപം? തിന്മ ചെയ്തു. ഒരു തിന്മയും ചെയ്തില്ല. 32 വർഷമായി അവൻ്റെ ഒരു മനസ്സിലിരിപ്പുണ്ട്, എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. കൃപയുടെ ഭവനത്തില്ല, ദൈവയുടെ വീടിനടുത്തായിരിക്കുന്നത്. അനേകരും ഒന്ന് വിടുതൽ പ്രാപിച്ച് പോകുന്ന കാണുന്നത്. ഇത്രയും വർഷമായിട്ട് എനിക്കൊരു വിടുതലില്ല. പ്രൈസലോ. ഒന്ന്, നിൻ്റെ ബലഹീനമായ വാക്ക്. രണ്ടാമത്, ഞാൻ തനിച്ച് ചെല്ലുമ്പോൾ, അത് ഞാൻ കഴിഞ്ഞ ദിവസത്തോടെ പറഞ്ഞ പെട്ടെന്ന് കയറി വന്ന ഇത്. സ്തോത്രം. പ്രൈസലോ. വടി വെക്കുന്നിടത്ത് കൊട വെക്കുന്ന വാക്കല്ല. വാക്ക് കൊണ്ട് എന്ത് ചെയ്യും? പ്രൈസലോ. വാക്ക് മാറുന്നവൻ. അടുത്ത മൂന്നാമത്തെ ചിന്ത, ഞാൻ അങ്ങോട്ടിറങ്ങുമ്പോൾ തനിയെ ചെല്ലുമ്പോൾ അവൻ മറ്റൊരുവൻ. നീ എന്തിനാ വല്ലവരുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അണ്ട് അവർ ചെയ്തിട്ടാ, അവർ മന്ത്രം ചെയ്തിട്ടാ, അവരത് ചെയ്തിട്ടാ, ഇത് ചെയ്തിട്ടാ ഞങ്ങൾക്ക് വിടുതലില്ലാത്ത. നീ വല്ലവൻ്റെയും കാര്യം പറയാതെ, വല്ലവൻ്റെയും കുറ്റം പറയാതെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യമാ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. ഇതുകൊണ്ടാണ് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? രാജവത്തിൻ്റെ മോന് പനിയായിട്ട് കിടക്കുക, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടേ വിശ്വസിക്കുള്ളൂ. അപ്പം തന്നെ കർത്താവ് പറഞ്ഞു, നിൻ്റെ മകന് സൗഖ്യമായി. 7-ാം മണി നേരത്ത് ഇവിടെ പറഞ്ഞപ്പോൾ അവിടെ 7-ാം മണി നേരത്ത് എന്ത് ചെയ്തു? വചനത്തിൻ്റെ ശക്തി നീ വിശ്വസിച്ചേറ്റെടുത്താൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വചനം കേട്ടുപോകാനല്ലമ്മേ, ഇതിനെ കേട്ട് മറക്കാനല്ല, പേപ്പറെ കുറിച്ച് പറത്തിക്കളയാനല്ല. നോട്ടടി ഹൃദയം എന്ന മാംസപ്പലകമേൽ നീ എഴുതി വെച്ചാൽ ഒരു ശക്തി ദൈവം തരാൻ പോകുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ആ യേശു എവിടെ വന്നു? ലാസറിൻ്റെ ഒക്കെ വീട്ടിൽ വന്നു. യേശുവിൻ്റെ പന്തിയിലിരിക്കുക. മരിച്ചവന് യേശുവിൻ്റെ പന്തിയിലിരുത്തുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് പദ്ധതിയുള്ളവനെ എങ്ങനെ ഒടുക്കാൻ നോക്കിയാലും അവൻ്റെ പന്തിയിലിരുത്തിയേ വിടുകയുള്ളൂ. കാച്ചോട്ടിലിരുന്നവൾക്ക് സ്വച്ഛജടാംശ തൈലത്തിൻ്റെ വില ചെറുതല്ല. ഇതെന്ത് ചെയ്യുന്നറിയാമോ? കാൽക്കൽ എഴുന്നവർ യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് തലമുടി കൊണ്ട് എന്ത് ചെയ്തു? ഇത് ചെറിയ ചിന്തയല്ല, വലിയ ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ അതുപോലെ സഹോദരിമാരിരുന്ന് കരഞ്ഞാൽ ഒരു കുടുംബത്തിനകത്തെ നാറ്റം പിടിച്ച വിഷയത്തിന് മറുപടി തരിക മാത്രമല്ല, സ്വന്തം ജനം നാറ്റിച്ചവിടെ നടുവിൽ മാനിക്കുന്നൊരു ദൈവം. തൈലം എന്ത് ചെയ്തു? ആ വീട്ടിനകത്ത് സുഗന്ധം പരത്തിയെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ഒരു സമയത്ത് നിന്റെ വീട്ടിൽ നാറ്റമാ പിടിച്ചതെങ്കിൽ മാതാവേ, നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദിവസമുണ്ട് എന്നോർത്തോ. നീ എഴുതി തള്ളിയ വിഷയത്തിന് സ്വർഗം മറുപടി തരാൻ പോകുക. ചലിക്കാത്തതിനെ ചലിപ്പിക്കാൻ പോകുക. ഈ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
നൈൻ എന്ന പട്ടണത്തിലൊരു വിധവയുണ്ടല്ലോ ഇല്ലേ? ലൂക്കോസിന് 7:15 അവിടെ വായിക്കുമ്പോൾ കാണാം, 11 മുതൽ വായിക്കുമാണ്. നൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമാണ്, സൗന്ദര്യവും സന്തോഷമൊക്കെയാണ്. കാണുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഈ ദൂത് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസലോ, കാണുമ്പോൾ സന്തോഷമാണ്, പക്ഷേ അകത്ത് നെരിപ്പോടെരിയുന്നത് പോലെ. പുറമേ സന്തോഷമാ, എന്നാൽ തലമുറയോർത്ത് കരയുന്ന വിലപിക്കുന്ന വിലാപം. പ്രൈസലോ, നിന്റെ തലമുറയോർത്ത് നീ വിലപിച്ചാൽ ഒരു കാര്യം ഓർത്തോ, നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്നൊരു ദൈവം. നിന്റെ രട്ടടിച്ച് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച നിന്റെ രട്ടഴിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന നല്ല കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ പുനരുത്ഥാന ശക്തി ആ കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തോ, ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വാക്ക്. നീ ബുദ്ധിക്കകത്ത് കയറരുത്. ആത്മമണ്ഡലത്തിൽ കയറിയാൽ ദൈവം വലിയവ ചെയ്യും. പ്രൈസലോ, എന്നാ ഉണ്ട് ആ സന്തോഷം. പക്ഷെ അകത്ത്, പുറമേ ചിരിയും സന്തോഷം, അകത്ത് നെരിപ്പോടിരിയുന്ന പോലെ. ഒരു കാര്യം ഓർത്തോ, പ്രത്യാശയുള്ള ദൈവപൈതലെ ഓർത്തോ, നിന്റെ ഹൃദയത്തെ അറിയുന്നവൻ, നിന്റെ തകർച്ച അറിയുന്നവൻ, നിന്റെ കണ്ണുനീര് കാണുന്നവൻ, നിന്റെ മകനെയും നിന്റെ പട്ടണത്തെയും വിട്ട് പോകത്തില്ല. ചിലതൊക്കെ ചെയ്തേച്ച് പോകുള്ളൂ എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂത് എങ്ങനെ വന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം കിട്ടിയ വാർത്തയായത്. ദൈവദാസൻ ഇട്ട് തന്നൊരു ദൂതായി പറയുന്നത് ഉയർപ്പിന്റെ ശക്തി, റെസറക്ഷൻ പവർ. ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു പവറാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പവറിലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് മാതാവേ കരയണ്ട. ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരികെടുത്താത്തവൻ, അവൻ നിനക്ക് വേണ്ടി ന്യായം ചെയ്യുന്ന ദൈവമായി. ഇന്നതിന് നടുവിൽ വന്നിട്ടുണ്ട്. പുറമറ്റ സഭയുടെ നടുവിൽ സഭയുടെ തലയാകുന്നവൻ, അഗ്നിവാലകത്തെ കണ്ണുള്ളവൻ, മുഖസൂര്യനെ പോലെ ശോഭിക്കുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഏകജാതനായ മകനാണ്, താൻ മരിച്ചുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തൻ്റെതായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, മരിച്ചുപോയ മകൻ്റെ അമ്മയ്ക്ക് അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ആ ശവം കൊണ്ടുപോകുമ്പോൾ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല, ദേശത്തറിയാവുന്ന പുള്ളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ശവപ്പെട്ടിക്കകത്ത് ശവം എടുത്തുകൊണ്ട് ഇങ്ങനെ നൈൻ എന്ന പട്ടണത്തിൻ്റെ വാതുക്കലേക്ക് വരാൻ തുടങ്ങിയ ദൈവമക്കൾ ഓർക്കണം, തലമുറയെ ഓർത്ത് കരയുന്ന ദൈവപൈതലേ, നിന്റെ ഹൃദയത്തെ കാണുന്നവൻ, നിന്റെ കഷ്ടത കാണുന്നവൻ, നിലവിളി കേൾക്കുന്നവൻ, സങ്കടമറിയുന്നവൻ. നിന്റെ ഹൃദയത്തിൻ്റെ നുറുക്കം ആർക്കും അറിയത്തില്ല. അത് കണ്ണുനീരിൽ വരുമ്പോൾ അത് തുരുത്തിയിൽ സംഭരിക്കുന്നൊരു ദൈവം. തുരുത്തി, ഹല്ലേലൂയ, കണ്ണുനീരിന് മറികടക്കാത്ത ദൈവം. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്ക്കുന്നൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയുന്നത് ഈ കൂട്ടുകാരെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വന്നത്, ഇത് മരിച്ചു എന്ന് പറയുന്നത് ആത്മീയ മരണം. കൂട്ടുകാർ പൊക്കിക്കൊണ്ട് ഇവനെ നാശക്കുഴി വെക്കാൻ പോവുക. നാശക്കുഴി വെക്കുമ്പോൾ കുഴി വെട്ടിയന്മാർ ഇത് അടക്കിയിട്ട് വേണം കാശ് വായിക്കാൻ. നിന്നെ നാശക്കുഴി വെച്ച് തന്നെ നിന്റെ പണം ഒടിക്കും. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? കൂട്ടും കൂടി ആത്മീയ മരണം സംഭവിച്ച് അവരും പൊക്കിക്കൊണ്ട് നടക്കുക. അമ്മ കരയുക, ആത്മീയ മരണം ഓർത്ത് കരയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഹൃദയത്തിൻ്റെ നുറുക്കമറിയുന്ന, ഹൃദയത്തിൻ്റെ നിരൂപണം ദൂരത്തിരുന്നറിയുന്നവൻ തക്ക സമയത്ത് പട്ടണത്തിൻ്റെ വാതിക്കൽ വന്നു. ആത്മീയ മരണമുള്ള തലമുറയെ ആത്മീയ ജീവൻ പ്രാപിപ്പിക്കാൻ ജീവൻ കൊടുക്കുന്നവൻ, ഡെഡ് ബോഡിയും ജീവൻ കൊടുക്കുന്നവനും തമ്മിൽ വന്ന് കൂട്ടിമുട്ടി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്,
നേരത്തെ ആ ഡെഡ് ബോഡി പോയില്ലല്ലോ. പോയോ? കൊണ്ട് സെമിട്രി വെച്ചോ? ഇല്ല. എന്നാൽ യേശു അങ്ങ് നേരത്തെ പോയോ? ഇല്ല. പ്രൈസ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന് മുട്ടി. പ്രൈസലോ. വളരെ ചിന്തനീയമായ വിഷയങ്ങളായത്. പ്രാർത്ഥിക്കുന്ന മുഴങ്കാലും അടക്കുന്ന മാതാവെ ഓർത്തോ, ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും സഹായകൻ അടുത്ത് വരുന്നുണ്ട്. പ്രൈസലോ. നീ ബുദ്ധി കണ്ട് എഴുതി തള്ളി, ഇനി അവൻ ഈ കാര്യം നടക്കത്തില്ല. നടക്കാത്ത എഴുതി തള്ളിയ വിഷയത്തിൽ ഈ ശക്തി എന്ന് കയറാൻ പോകുക. നടക്കാത്ത വിഷയത്തിൽ ദൈവശക്തി എന്ന് കയറാൻ പോകുക. നിന്നെ എവിടെ ഒതുക്കാൻ നോക്കി അവിടെ തന്നെ ഈ ശക്തി എന്ന് നിന്നെ വിശാലപ്പെടുത്താൻ, എവിടെ അമർത്താൻ നോക്കി അവിടെ തന്നെ ഉയർത്താൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ കേൾവി ഇവിടെ നിന്ന് ഏതൊക്കെ കർണപുടങ്ങൾ കൂടെ കേൾക്കുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ വീട്ടിലേക്ക്, അവരുടെ മണ്ണിലേക്ക്, അവരുടെ തലമുറയായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഈ വചനം അതിവേഗം ഓടുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വന്നു മുട്ടി. പ്രൈസ് ദി ലോർഡ്. ആദ്യം ചെന്ന് ആ കണ്ണുനീരങ്ങ് തുടച്ചു. കരയണ്ട. ആദ്യം ചെന്ന് മാതാവിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വിഷയത്തെ തൊട്ടു. ചലിക്കാത്ത വിഷയത്തെ തൊടുന്നൊരു കൈ ഇവിടെ വന്നിട്ടുണ്ട്. നീ എഴുതി തള്ളിയ വിഷയം നീ നടക്കില്ലെന്ന് പറഞ്ഞ വിഷയം, ആ വിഷയത്തെ ദൈവം തൊട്ട് കഴിഞ്ഞു. നിന്റെ തലമുറയെ തൊട്ടെന്ന് വിശ്വസിക്ക്. പ്രൈസ് ദി ലോർഡ്. തൊട്ടപ്പം മഞ്ചം നിന്നു. ചുമക്കുന്നവരെയോട് നിർത്തി. തൊട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ബാല്യക്കാരാ എഴുന്നേൽക്ക. ആ ശബ്ദത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു. ഈ കർത്താവ് നമ്മുടെ കർത്താവ്. അന്ന് ഈ ലോകത്തിലായിരുന്നു, ഇപ്പൊ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് അവന്റെ മക്കളാ നമ്മൾ. വിശ്വസിക്ക. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ മക്കളുടെ ഇരിപ്പ് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ബാല്യക്കാരായി എഴുന്നേൽക്ക്. അവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇന്ന് നിന്റെ തലമുറയെ തിരിച്ചു തരാൻ പോകുക. നിന്റെ തലമുറ നശിക്കത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിടുവിച്ച യേശുവിന്റെ പുറകെ ആ മകൻ പോകും. ചിലരെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് പുറകെ പോകാൻ എന്റെ കർത്താവ് ഇതിനകത്ത് ഈ പുറമറ്റ സഭയില് അനേകരെ കണ്ടിട്ടുണ്ട്. പ്രത്യാശിച്ചുകൊണ്ടിരിക്കുക. ദൈവം വലിയവ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ അവൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ വ്യാപരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗസ്ഥാനം തിരിച്ചെങ്കിൽ, അധികാരം കൊടുത്തെങ്കിൽ, അധികാരമുള്ള ശുശ്രൂഷകന്മാരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചരിത്രങ്ങളൊക്കെ ഒത്തിരിയെടുത്ത് നിർത്തി പറയേണ്ട സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിന് തിരികെ കിട്ടി. വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു പ്രസംഗമായിട്ട് നിങ്ങൾ കാണാതെ ഇതൊരു ആത്മീയ ദൂതായിട്ട് നിങ്ങൾ എടുക്കുക. മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ട് ഈ വചനം ക്രിയ ചെയ്യാതെ ഇവിടുന്ന് പോകുകയില്ല. അധികാരമുള്ള ശുശ്രൂഷകരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ, നിന്റെ തലമുറയെ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നീ അങ്ങ് കാണാൻ പുറകിൽ നിന്ന് കൈയടിക്കുന്ന കണ്ടില്ലേ? അനേകരുണ്ട് ഇതിനകത്ത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കണ്ടാൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.